നമസ്കാരം. പാകിസ്ഥാന് നേരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദിൽ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നിയന്ത്രണം വിട്ട് ഒരു ഇരുനില കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി യാത്രക്കാരെല്ലാം തന്നെ മരണപ്പെടുകയും അതിൽ ഒരു യാത്രക്കാരൻ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തത്. അതിനുശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ദില്ലിയിൽ ചെങ്കോട്ട സമീപത്ത് ഒരു സ്ഫോടനം, ഒരു ഭീകരാക്രമണം തന്നെ ഉണ്ടായത്. അതിനുശേഷമാണ് ദില്ലി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിന്റെ എയർ ട്രാഫിക് കൺട്രോൾ അടക്കം ഹൈജാക്ക് ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ വിമാനത്താവളങ്ങളെ ഒരു കൂട്ടിയിടിച്ച് ഒരു വലിയൊരു അപകടം ഉണ്ടാക്കാനായിട്ട് ഒരു ശ്രമം നടന്നത്. ഇതിന്റെ എല്ലാം പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് ആദ്യമേ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരുന്നു. 2 ദിവസത്തിന് മുമ്പാണ് നമ്മൾ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്. അതിനു മുമ്പ് തന്നെ ഇന്ത്യക്ക് നേരെ ഒരു ഭീകരാക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നും പാകിസ്ഥാനിൽ നിന്നടക്കം ഒരു ആക്രമണത്തിനുള്ള സാധ്യത ഉണ്ടെന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടും റോയുടെ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യം അതീവ സുരക്ഷയിലായിരുന്നു. നമ്മൾ AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സന്നാഹം തന്നെ ഒരുക്കിയത്. റിപ്പബ്ലിക് ദിനാഘോഷം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞതിനു മുമ്പേ തന്നെ ഇന്ന് രാവിലോടുകൂടി തന്നെ വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അതായത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ അതിദുരൂഹമായ ഒരു സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ തന്നെ സംശയം സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. IBയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഇതിലൊരു വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ സഞ്ചരിച്ച വിമാനം ബാരാമതിയിൽ തകർന്നു വീഴുന്നതിന് തൊട്ടു പിന്നാലെ പ്രാഥമിക വിവരമനുസരിച്ച് വിമാനത്തിലുണ്ടായിരുന്ന ആരും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. DGCAയുടെ കണക്കനുസരിച്ച് പവാറിനൊപ്പം 2 പേർ കൂടി, അതായത് ഒന്ന് പ്രൈവറ്റ് സെക്രട്ടറി, കൂടാതെ ഒന്നൊരു അറ്റൻഡർ, കൂടാതെ ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. VSR ഏവിയേഷൻ നടത്തുന്ന ലെയർ ജെറ്റ് 45 വിമാനത്തിലായിരുന്നു അജിത് പവാർ യാത്ര ചെയ്തത്. വിമാനം ബാരാമതി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ തകർന്നു വീണു. പൈലറ്റ് ഉൾപ്പെടെ 6 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം വിമാനത്തിൽ ഉണ്ട് എന്നാണ് വൃത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ജില്ലാ പരിഷത്ത് തിരഞ്ഞെടുപ്പിനുള്ള 4 പ്രചാരണ റാലികളിൽ പങ്കെടുക്കാൻ പവാർ മുംബൈയിൽ നിന്ന് പൂനെയിലേക്ക് പോകുകയായിരുന്നു. മഹാരാഷ്ട്രയിലെ 12 ജില്ലാ പരിഷത്തുകളിലേക്കും 125 പഞ്ചായത്ത് സമിതികളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5-നാണ് നടക്കാൻ പോകുന്നത്. വോട്ടെണ്ണൽ ഫെബ്രുവരി 7-ന് നടക്കും. VSR വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, VSR ഏവിയേഷൻ എന്ന പേരിൽ ചാർട്ടർ വിമാനങ്ങൾ നടത്തുന്ന ദില്ലി ആസ്ഥാനമായുള്ള ഒരു സ്വകാര്യ വ്യോമയാന കമ്പനിയാണിത്. 2011 സ്ഥാപിതമായ ഈ കമ്പനി പതിവ് എയർലൈൻ സർവീസുകൾ നടത്തിയിരുന്നില്ല. പകരം ക്ലയന്റുകൾക്ക് ആവശ്യാനുസരണം സ്വകാര്യ ജെറ്റ് വിമാനമാണ് നൽകുന്നത്. ചാർട്ടേഡ് യാത്രയ്ക്കായി റിയൽ ജെറ്റ് വിമാനം പോലുള്ള പറക്കുന്ന ബിസിനസ് ജെറ്റുകൾ ഇതിൽ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അപകടം നടന്ന ഉടൻ തന്നെ ഫയർഫോഴ്സും ആംബുലൻസുകളും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും വിമാനത്തിന് തീ പിടിച്ചതിനാൽ ആരെയും രക്ഷിക്കാനായില്ല. 6 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായാണ് DGCA അധികൃതർ ഇപ്പോൾ സ്ഥിരീകരിച്ചതായ റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. NCP നേതാവിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ മഹാരാഷ്ട്രയും രാജ്യവും നടുക്കത്തിലാണ്. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ബാരാമതിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ശരത് പവാറിന്റെ മൂത്ത സഹോദരൻ അനന്തറാവുവിന്റെ മകനായ അജിത് പവാർ തന്റെ അമ്മാവന്റേതിന് സമാനമായ ഒരു കരിയർ ഗ്രാഫ് രേഖപ്പെടുത്തി മഹാരാഷ്ട്രയിലെ സഹകരണ മേഖലയിലെ ശക്തമായ പിടിയിലൂടെ ഉയർന്നു വന്നു. മുതിർന്ന രാഷ്ട്രീയക്കാരനും അതോടൊപ്പം തന്നെ NCP സ്ഥാപകനുമായ ശരത് പവാറിന്റെ അനന്തവനും ലോക്സഭാംഗം സുപ്രിയ സുലെയുടെ സഹോദരനുമാണ് അജിത് പവാർ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിനായി ദില്ലിയിലായിരുന്ന ശരത് പവാറും സുപ്രിയ സുലെയും ഉടൻ പൂനെയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. 2023-ൽ അജിത് പവാറിന്റെ നേതൃത്വത്തിൽ NCP പിളരുകയും ഇത് പാർട്ടി 2 ചേരികളായി വിഭജിക്കുകയും ചെയ്തിരുന്നു. ഒന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലും മറ്റൊന്ന് അദ്ദേഹത്തിന്റെ അമ്മാവൻ ശരത് പവാറിന്റെ നേതൃത്വത്തിലുമായിരുന്നു. പിന്നീട് അദ്ദേഹം NDA സർക്കാരിൽ ചേർന്ന് ഉപമുഖ്യമന്ത്രിയായി. എന്നിരുന്നാലും അടുത്തിടെ NCP പുനഃസമാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി അജിത് പവാറിന്റെ ഈ ഒരു മരണവാർത്തയും പുറത്തേക്ക് വരുന്നത്.